നമ്മുടെ പ്രതിരോധ മേഖലയിൽ നിന്ന് തിയേറ്റർ കമാൻഡ് എന്നൊരു വാക്ക് ഇപ്പോൾ സജീവമായി കേൾക്കുന്നു. എന്താണ് ഈ തിയേറ്റർ കമാൻഡ്? അത് വേണമെന്നും വേണ്ട എന്നുമുള്ള രണ്ട് വാദങ്ങൾ ഉള്ളതായിട്ട് വാർത്തകൾ ഉണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? തിയേറ്റർ കമാൻഡ് ഇപ്പം നമ്മളെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് നേരത്തെ 3 ആർമി, നേവി, എയർഫോഴ്സ് എന്നുള്ള 3 സംവിധാനങ്ങളുണ്ടായിരുന്നു. അവർക്കൊക്കെ 3 സേനാ വിഭാഗങ്ങളിൽ അവർക്ക് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. മിലിറ്ററി ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ നേവൽ ഓപ്പറേഷൻസ്, എയർ ഓപ്പറേഷൻസ്, അങ്ങനെ 3 ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ്, ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ്. അപ്പോൾ ഈ യുദ്ധ സംബന്ധമായിട്ടുള്ള പ്ലാനിങ്ങും അതിൻ്റെ എക്സിക്യൂഷനും എല്ലാം ചെയ്യുന്നത് ഇവരാണ്. ചർച്ച പരസ്പരം ഇവരുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഏകോപിപ്പിച്ചിട്ടാണ് നമ്മുടെ യുദ്ധതന്ത്രം മിനിസ്ട്രിയിൽ നിന്നാണ്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ യുദ്ധതന്ത്രങ്ങൾ ചെയ്യുന്നത് മിനിസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ പല ഓപ്പറേഷനും വരുമ്പോൾ, കാർഗിൽ പോലുള്ള ഒരു ഓപ്പറേഷനൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഒരു ജോഗ്രഫിക്കൽ സ്പെസിഫിക്കാണ്, ഒരു പ്രത്യേക ഏരിയ സ്പെസിഫിക്കാണ്. അപ്പോൾ ആ ഏരിയയിൽ ഏത് ഫോഴ്സിനാണോ കൂടുതൽ പ്രാമുഖ്യം വരുന്നത് അവരായിരിക്കും ആ ഏരിയയിൽ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാര്യം കാർഗിൽ വന്നപ്പോഴത്തേക്ക് കൂടുതൽ ഓപ്പറേഷൻ എയർഫോഴ്സിൻ്റെതായിരുന്നു. കാര്യം ഈ ഇത്രയും മേളിലോട്ടുള്ള യുദ്ധം, താഴെ നിന്ന് മേളിലോട്ട് യുദ്ധം ചെയ്യുന്ന ഒരു അവസരം വന്നപ്പോഴത്തേക്ക് ആർമിക്ക് അത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ എയർഫോഴ്സ് മിറാഷും ജഗ്വാറും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് ശത്രുവിനെ ആക്രമിക്കേണ്ടി വന്നു. അപ്പോൾ പരമ്പരാഗതമായ യുദ്ധ രീതികളിൽ നിന്ന് കൃത്യമായ വ്യതിചലനങ്ങൾ ഈ കഴിഞ്ഞ 10-20 വർഷങ്ങളിലോട്ട് നമുക്കുണ്ടായി. 2000 കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഈ സേനകളുടെ റോളും മാറുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഇതാണ് ഈ കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് തസ്തിക ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഈ ഗവൺമെൻറ് ചെയ്ത തന്നെ, ഇപ്പം മിനിസ്ട്രിയുടെ തലത്തിൽ ചെയ്തതാണ്. അത് റിട്ടയർഡ് ഓഫീസേഴ്സിനെ പോലും തിരിച്ചു വിളിച്ചിട്ട് അവർക്ക് അതിൽ ജൂനിയർ ആയിരുന്നൊരു ഓഫീസറെയാണ് ഇപ്പോൾ കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫാക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ പരമ്പരാഗതമായ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. ഇടയ്ക്ക് നമ്മുടെ ബിപിൻ റാവത്ത് ജി മരിച്ചതിന് ശേഷം നമുക്ക് 9 മാസത്തോളം ഈ കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫ് വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഗവൺമെൻറ് കുറച്ചുകൂടെ ഈ ആർമി, നേവി, എയർഫോഴ്സ് 3ൻ്റെ ആക്ട് അമെൻഡ് ചെയ്തിട്ട് അതിനകത്ത് ചില ഏകീകരണങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫ് വന്നപ്പോഴത്തേക്ക് അതിലും ഇതുവരെ വന്നതെല്ലാം ആർമിയിൽ നിന്നുള്ള ഓഫീസേഴ്സ് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ആരാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്, മൂപ്പിളമ തർക്കം സർവീസുകളുടെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായിരുന്നു. ഇപ്പം ഒരു സ്ട്രക്ചറിനകത്ത് അത് വരും. അപ്പോൾ ഈ മൂപ്പിളമ തർക്കം വരുമെന്ന്, ആരാണ് വലുത്, ആരാണ് കേമൻ എന്നുള്ളത്, ആർക്കാണ് പ്രാധാന്യം എന്നൊക്കെയുള്ള വരും. അപ്പം സ്വാഭാവികമായിട്ട് ആർമിക്കുണ്ടായിരുന്ന ഒരു മേൽക്കൈ കാർഗിൽ വാറോടെ ഏകദേശം നഷ്ടപ്പെട്ടു. കാര്യം അവർക്ക് മാത്രമായിട്ടൊരു യുദ്ധം ജയിക്കാൻ പറ്റത്തില്ല. ഇപ്പം നേരത്തെ ആർമിക്കുള്ള വഴി ഒരുക്കലും ലോജിസ്റ്റിക്സൊക്കെ ആയിരുന്നു എയർഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട റോള് 72 വരെ. 72-ന് ശേഷമാണ് എയർഫോഴ്സ് ആണ് ഇതിൽ ഒരു മേൽക്കൈ വരുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. കാര്യം നമുക്ക് അറ്റാക്ക് വരുന്നത് കൂടുതലും ആകാശത്തൂടെയുള്ള അറ്റാക്കുകളാണ് വരുന്നത്. പുതിയ ന്യൂ ജനറേഷൻ വാർഫെയർ എന്ന് പറയുമ്പോൾ എല്ലാം ഇലക്ട്രോണിക് വാർഫെയർ, പിന്നെ ഏരിയൽ വെഹിക്കിൾസ്, വ്യോമാക്രമണമാണ്. അവിടെയാണ് നമ്മൾ സൂപ്പർ പവർ ആവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് തിയേറ്റർ കമാൻഡ് വേണം എന്നുള്ള രീതിയിലുള്ളൊരു ഡിസ്കഷൻ നമുക്ക് വന്നത്. ഇപ്പോൾ തിയേറ്റർ കമാൻഡ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ കാർഗിലാണെങ്കിൽ കാർഗിലത്തേക്ക് മാത്രമായിട്ടൊരു തിയേറ്റർ കമാൻഡ് ഉണ്ടാവും. അവിടെ നേവിക്ക് വലിയ റോള് വരുന്നില്ല. അവിടെ ആർമി, എയർഫോഴ്സ് മാത്രമായിരിക്കും വരുന്നത്. അതേസമയം വിശാഖപട്ടണത്താണ് ഒരു പ്രശ്നം വരണം, അല്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ടാണ് ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവിടെ നേവിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാരണം നമുക്ക് നേവൽ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് അവരുടെ ജസ്റ്റ് വേണ്ടതാണ്. അവരുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് പോർമുഖം എന്ന് പറയുന്നത് നമ്മുടെ വിശാഖപട്ടണമാണ്. അപ്പം അവിടെ കൂടുതൽ കൽക്കട്ടയിൽ ഒരു നേവൽ ബേസ് ഉണ്ട്. പിന്നെ വിശാഖപട്ടണം ഉണ്ട്, കൽക്കട്ട നേവൽ ബേസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വാർഷിപ്പുകളും നമ്മുടെ കമാൻഡും എല്ലാം വിശാഖപട്ടണത്താണ്. അപ്പം ഇപ്പോൾ പുതുതായിട്ട് വരുന്ന നമ്മുടെ INS വർഷ വരുന്നതും വിശാഖപട്ടണത്താണ്. ആ ഒരു ഏരിയ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി 2 ഭാഗത്ത്. മാത്രമല്ല ഇപ്പൊ ആൻഡമാൻ നിക്കോബാറിൽ നമ്മൾ പുതിയ ന്യൂക്ലിയർ കമാൻഡ് വരുന്നുണ്ട്, സ്പേസ് കമാൻഡ് വരുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതായത് ഒരു യുദ്ധമുഖം തുറക്കുമ്പോഴത്തേക്ക് ആ ഒരു യുദ്ധമുഖത്തിനാണ് നമ്മൾ തിയേറ്റർ എന്ന് പറയുന്നത്. ആ ഒരു യുദ്ധമുഖം തുറക്കുമ്പോഴത്തേക്ക് അവിടത്തേക്ക് വേണ്ട കോർഡിനേഷൻ ആരൊക്കെ ചെയ്യണം, അവിടെ ഏറ്റവും പ്രാധാന്യം ആർക്ക് കൊടുക്കണം. അതെ. പക്ഷെ അപ്പോൾ എയർഫോഴ്സിൽ നിന്നാണ് അതിനകത്തുനിന്ന് ഒരു എതിർ ശബ്ദം
എതിർ ശബ്ദമൊന്നുമല്ല, ഒരു വിയോജിപ്പ്. വിയോജിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സംശയം ചോദിക്കട്ടെ. അപ്പൊ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്നു, ആ യുദ്ധത്തിൽ ഏത് സേനാ വിഭാഗം ഏറ്റവും മുന്നിൽ നിന്ന് ആ യുദ്ധത്തെ നേരിടണം, അതെ, ആ ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ തിരിച്ചാക്രമിക്കണം, ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ ആ ഒരു കമാൻഡറുടെ കീഴിലായിരിക്കും. ഇപ്പൊ നേവി ആണെങ്കിൽ നേവിയുടെ കീഴിലായിരിക്കും അവിടെ ആർമിയും എയർഫോഴ്സും, എയർഫോഴ്സ് ആണെങ്കിൽ അവിടെ എയർഫോഴ്സിന്റെ കീഴിലായിരിക്കും ആർമിയും നേവി. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ സ്ഥലങ്ങളിൽ വരാനുള്ള സാധ്യത ആർമിക്കാണ്. അപ്പം എയർഫോഴ്സിന് ആർമി ഒരു ജനറലിന്റെ കീഴിൽ അവരുടെ കൺട്രോൾ കൊണ്ടുപോകുന്നതിനകത്ത് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഈ തിയേറ്റർ കമാൻഡുകൾ ഇപ്പം ഇപ്പോൾ നമ്മുടെ ബിൻ ലാദനെ വധിക്കുന്ന ഒരു സമയം നമ്മൾ കണ്ടായിരുന്നു. തിയേറ്റർ അമേരിക്ക. അപ്പം ഒരു തിയേറ്ററിലാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. ഇതെല്ലാം നമുക്ക് എല്ലാം അവിടെ സെറ്റ് ചെയ്തിരിക്കുക, അവിടെ ഇരുന്നാണ് നിയന്ത്രിക്കുന്നത്. ആ തിയേറ്റർ ഓപ്പറേഷനായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഓപ്പറേഷനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ഓപ്പറേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എയർ ചീഫ് പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് എയർ ചീഫ് പോലുള്ള ഏറ്റവും സീനിയർ ആയിട്ടൊരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ വിയോജിപ്പുകൾ പരസ്യമായിട്ട് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേണ്ട എന്നല്ല, ഒന്ന് നമ്മൾ ഹേസ്റ്റ് ആവരുത്, പെട്ടെന്ന് ധൃതി പിടിക്കരുത് എന്നാണ്. രണ്ട്, അമേരിക്കയുടെ രീതി നമ്മൾ അന്ധമായിട്ട് അനുകരിക്കാൻ പോകരുത്. അല്ലെ, നമ്മൾ വേറൊരു കാര്യം ഒരു തമാശയായിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇന്ന് വരെ ഏർപ്പെട്ട എല്ലാ യുദ്ധത്തിലും തോറ്റ ഒരു രാജ്യമാണ് അമേരിക്ക. അവരെ കണ്ട് നമ്മൾ സൂപ്പർ പവർ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ എല്ലാ ഓപ്പറേഷനിലും തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് തോറ്റ് അനുഭവ പരിചയമുള്ളതുകൊണ്ട് അവരുടെ തോൽവിയിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്യരുത് എന്നാണ് എയർ ചീഫ് പറഞ്ഞത്. കാര്യം അത് വലിയൊരു സന്ദേശമാണ്. അത് വലിയ സന്ദേശമാണ്. കാര്യം അവരുടെ ഘടന വേറെയാണ്, അവരുടെ റോൾസ് വേറെയാണ്, അവരുടെ ഉദ്ദേശങ്ങൾ വേറെയാണ്. അവർ കൂലിപ്പട്ടാളമാണ്, നമ്മൾ കൂലിപ്പട്ടാളമല്ല. നമ്മൾ ഓരോ പട്ടാളക്കാരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവനെടുത്ത് കൈവച്ചിട്ടാണ് നിൽക്കുന്നത്. അത് മാതൃഭൂമിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത് നിൽക്കുന്ന. മറ്റത് അവര് ആർക്കെങ്കിലും വേണ്ടിയിട്ട്, അവർക്ക് 80ഓളം രാജ്യങ്ങളിൽ ബേസസ് ഉണ്ട്. അവരവിടെ അവർക്ക് യുദ്ധം ചെയ്യണം, അവർക്ക് കീഴടക്കണം, അവർക്ക് സൂപ്പർ പവർ ആയിരിക്കണം. നമുക്കതൊന്നുമല്ല, നമുക്ക് നമ്മുടെ രക്ഷയാണ്, നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ്, നമ്മളെ ആരും ഉപദ്രവിക്കാതിരിക്കും. അത് തന്നെ നമ്മുടെ ഐഡിയ തന്നെ. നോ ഫസ്റ്റ് ഫൈറ്റ് എന്നാണ്. ആദ്യം നമ്മൾ ആയുധം എടുക്കില്ല, നമ്മൾ ഫസ്റ്റ് അറ്റാക്ക് നമ്മൾ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഇപ്പം നിലവിലുള്ള സ്ട്രക്ചർ എല്ലാം പെട്ടെന്ന് പൊളിച്ച് മാറ്റരുത്. അത് നമുക്ക് ദോഷം ചെയ്യും. കാര്യം അതിലുണ്ടാകുന്ന പിഴവുകൾ നമ്മളെ എതിർ ശക്തികൾ കൃത്യമായി അങ്ങനെ ഒരു അപകടം ഉണ്ട് അതിനകത്ത്. അപ്പം ഇത് വളരെ നമ്മളെ വളരെ പാരമ്പര്യമായിട്ടുള്ള രീതികൾ പിന്തുടരുന്നതാണ് നമ്മുടെ രീതി. അത് മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് പെട്ടെന്ന് മാറുമ്പോൾ അതിനകത്ത് ഇത് മാറ്റണമെങ്കിൽ അത് വളരെ കാലത്തിന് ശേഷം, ചർച്ചകൾക്ക് ശേഷം ഗ്രാജുവലായിട്ട് മാത്രമേ മാറാൻ പാടുള്ളൂ. അതിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ കാര്യത്തിലുള്ള ഒരു തീരുമാനം എന്താണ്? അവിടെ അത് ട്രിവിയൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെന്റ് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് ഒരു മീറ്റിംഗ് ഈ ആഴ്ച വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തായിരിക്കും കൂടുതൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഡിഫൻസിൻ്റെ കാര്യങ്ങളിൽ പുള്ളിക്കാരൻ ഗവൺമെൻറ് ഒരു ഹൈ ഹാൻഡഡ്നെസ് കാണിക്കാത്ത ഒരു നയമാണ് പോകുന്നത്. ഡിഫൻസിനെ അവരുടെ വഴിക്ക് വിടുന്ന രീതിയാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക. ഇപ്പം ഈ യൂണിഫൈഡ് കമാൻഡ് അല്ല, ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് വേണം എന്നൊരു തീരുമാനം മിനിസ്ട്രിയുടേതായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. മറ്റ് പലയിടത്തുനിന്നും സംസാരങ്ങൾ വരുന്നതേ ഉള്ളൂ, പലയിടത്തും നിർദ്ദേശങ്ങൾ വരുന്നേ ഉള്ളൂ. മിനിസ്ട്രി ഇതുവരെ അതിനകത്ത് ഒരു തീരുമാനം എടുത്തിട്ടില്ല. മിനിസ്ട്രി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ നമ്മുടെ AICC ഹൈക്കമാൻഡ് പോലെ ആവും. അത് തീരുമാനം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അനുസരിക്കുന്ന ഒരു രീതിക്കാണ് അദ്ദേഹം. ഒരു പിന്നെ സൈന്യത്തിന്റെ കാര്യത്തിൽ എന്ത് വില കൊടുത്തു അവരത് നിറവേറ്റും എന്നുള്ളത് നടത്തും. പക്ഷേ മിനിസ്ട്രി അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കില്ല. രണ്ട് കാര്യങ്ങൾ അവർക്ക് മുൻഗണന വെക്കേണ്ടി വരും. ഒന്ന്, ഒരു സൈന്യത്തിന്റെ മൊറയിൽ നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. കാര്യം അതിലല്ല, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ പോലെ ഒരിക്കലും അത് ചെയ്യില്ല. നമ്മുടെ ഈ മൂന്ന് വിഭാഗം നമുക്ക് ഒരേപോലെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ തലയാണോ ഹൃദയമാണോ തലച്ചോറാണോ മൂത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിന്റെ സ്ഥാനത്ത് നല്ലതാണ്. രണ്ടും കൂടി ഇല്ലാതെ പറ്റില്ല. രണ്ട് അതത് സ്ഥാനങ്ങളിൽ നല്ലതാണ്. ഇത് സ്ഥലം മാറാനും പറ്റത്തില്ല. അപ്പൊ ഹൃദയത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അങ്ങനെ ഒരു ചൊല്ലു പോലും ഉണ്ട്, ഹൃദയം കൊണ്ട് ചിന്തിക്കരുത് ചിന്തിക്കരുതെന്ന്. തലച്ചോറ് കൊണ്ട് വേണം ചിന്തിക്കാൻ. എയർ ചീഫാണ് അദ്ദേഹം പറഞ്ഞ, എയർ ചീഫ് മാർഷലാണ് അദ്ദേഹം പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളില്ലാതെ ഒരാൾ ഇത്രയും പബ്ലിക്കായിട്ട് ഒന്നും പറയത്തില്ല. അതൊരു ഡിസ്കഷനുള്ള ഒരു സ്പേസ് ആണ് പുള്ളിക്കാരെ ഇട്ടത്. കാര്യം
ഈ സ്ട്രാറ്റജിയെ പറ്റിയിട്ടും ഡിഫൻസിനെ പറ്റിയിട്ടും ചിന്തിക്കുന്ന വെളിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയുകയും അവരിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുകയും ചെയ്ത് കഴിഞ്ഞ് വളരെ ജനാധിപത്യപരമായി അതെ, എന്നിട്ട് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് സേനയുടെയും ചീഫിന്റെ തീരുമാനമായിട്ട് അത് മാറും. അതാണ് നരേന്ദ്രമോദി അതിനകത്തൊരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നതിനകത്തുള്ള കാര്യം എങ്ങനെയായാലും നമുക്ക് ശത്രുവിനെ കൊല്ലുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പണ്ട് VS പറഞ്ഞല്ലേ, പൂച്ച കറുത്തതായാലും വെളുത്തതായാലും പിടിച്ചാൽ മതി. നമുക്ക് ആർമി ശരിക്കും VSന്റെ അല്ല കേട്ടോ, അത് ഈ ചൈനീസ് പ്രസിഡന്റ് സീ ജിൻപിങ്ങിന്റെ ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഇദ്ദേഹമാണ്. എനിക്ക് ഓർമ്മയുണ്ട് 2006-ലോ 2007-ലോ മറ്റോ ആണ് അതേ ഇങ്ങനെ ഒരു പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ്. അതായത് ഈ മുതലാളിത്തവും കമ്മ്യൂണിസവും ഒത്തുപോകുമോ എന്ന് അങ്ങനെ ഒരു ആംഗിളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്. മുതലാളിത്തം കൊണ്ട് മുതലാളിത്തം നേരിടാൻ പറ്റുമോ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു. അതെ അതെ അതെ. അപ്പോൾ അതേപോലെ പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ സൈന്യം ഇപ്പം യൂണിഫൈഡ് കമാൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, തിയേറ്റർ കമാൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശത്രുവിനെ നേരിടുക, അവരെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സൈന്യത്തിന്റെ ലക്ഷ്യം. അതിനകത്തോട്ട് എന്തായാലും ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ലെവലിൽ ഒരു തീരുമാനം, MOD മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു തീരുമാനം വന്നു കഴിയുമ്പോഴത്തേക്ക് അത് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കുകയും കൂടെ വേണം. MOD ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്, 3 മക്കളുടെ പിതാവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. 3 മക്കളും അച്ഛന് ഒരുപോലെ ആവശ്യമുള്ളവരാണ്, ഒരേ വാത്സല്യം എല്ലാവരുമായിട്ടുണ്ട്, ഒരേ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും യോജിക്കുന്ന ഒരു തീരുമാനം മിനിസ്ട്രിയിൽ നിന്നുണ്ടാകുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.